നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗർഭിണിയായ സ്ത്രീകളുടെ നാട്ടിലേക്കുള്ള മടക്കത്തിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് ഇന്ത്യയിലെ പരമോന്നത കോടതിയിൽ നിയമപോരാട്ടം നടത്തിയ പ്രവാസികളുടെ പ്രിയപ്പെട്ട നിതിൻ പ്രവാസ ലോകത്ത് നിന്ന് യാത്രയായി. കോടതി വിധിയെ തുടർന്ന് ആദ്യ വിമാനത്തിൽ ഗർഭിണിയായ ഭാര്യയോടൊപ്പം നാട്ടിലേക്ക് തിരിക്കാൻ അവസരം ലഭിച്ച നിതിൻ മറ്റൊരാൾക്ക് തന്റെ അവസരം കിട്ടുന്നതിന് സ്വയം മാറിക്കൊടുക്കുകയായിരുന്നു. ഹൃദയാഘാതത്തിന്റെ രൂപത്തിൽ വന്ന മരണം അപ്രതീക്ഷിതമായി നിതിനെ പ്രവാസ ലോകത്ത് നിന്ന് കവർന്നെടുക്കുകയും ചെയ്തു. അടുത്ത ദിവസം തന്നെ നിതിന്റെ സഹധർമ്മിണി ആതിര ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ഇതൊക്കെയെല്ലാം സങ്കടക്കടലിന് ആഴം കൂട്ടി. നിതിന്റെ ഭൗതിക ശരീരം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുന്നതിന് 2 ദിവസമായി നിരവധി പ്രതിബന്ധങ്ങൾ നേരിട്ട് വിശ്രമമില്ലാതെ ഏവരും ഓടുകയായിരുന്നു. ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്റെ സഹജീവികൾക്ക് ഏറെ നന്മകൾ ചെയ്ത നിതിൻ എന്ന മനുഷ്യസ്നേഹിയുടെ സൽപ്രവർത്തികൾ മൂലമാകാം എല്ലാ തടസ്സങ്ങളും വഴിമാറിപ്പോയി. ഇന്ന് രാവിലെ തന്നെ മൃതദേഹം നാട്ടിലേക്ക് എത്തി. പല കാലങ്ങളിൽ പല സന്ദർഭങ്ങളിലായി സേവനം ലഭിച്ചവരെല്ലാം നിറ കണ്ണുകളോടെ ഓടിയെത്തി. അങ്ങനെ സന്നിഗ്ധ ഘട്ടങ്ങളിൽ തങ്ങൾക്ക് സാന്ത്വനം പകർന്നവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ വന്നവരെല്ലാം നിറ കണ്ണുകളോടെ കണ്ടു. കണ്ണടച്ചു കിടന്ന് ശാന്തമായി ഉറക്കത്തിലാണ്ട ആ മുഖം. എന്നാൽ ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയാതെ സഹായം നൽകിയ നിതിൻ ആ വാക്ക് പാലിച്ചു തന്നെ കിടക്കുകയാണ്. ചെറിയൊരു നന്ദി വാക്ക് പോലും ആവശ്യമില്ലാത്ത സഹായങ്ങളായിരുന്നു അതെല്ലാം എന്ന മട്ടിൽ. ദുബായ് മുഹസൈനിലെ എംബാമിംഗ് സെന്റർ നാളിതുവരെ കാണാത്ത കണ്ണീർ കാഴ്ചകൾക്കാണ് ചൊവ്വാഴ്ച സാക്ഷ്യം വഹിച്ചത് പോലും. അങ്ങനെ പ്രവാസികൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ, അവരുടെ സഹായിയായി ജീവിച്ച, ഒടുവിൽ പ്രവാസിയായി തന്നെ മരണം വരിച്ച ചെറുപ്പക്കാരനെ കാണാൻ നിരവധി പേരാണ് കോവിഡ് കാലമായിട്ട് പോലും എംബാമിംഗ് നടപടികൾ നടക്കുന്ന സെന്ററിലേക്ക് ഇരച്ചെത്തിയത്. മനസ്സിലാക്കി കിനാവുകൾ നിറച്ചുള്ള കാത്തിരിപ്പിന് അറുതിയായെന്ന സന്തോഷ വാർത്ത കടലിൽ കടന്നെത്തും മുമ്പാണ് നിതിൻ ചന്ദ്രൻ എന്നേക്കുമായി മാഞ്ഞു പോകുന്നത്. ഈ യാഥാർത്ഥ്യ പ്രവാസ ലോകത്തിൽ തന്നെ നടക്കിയിരുന്നു. നിതിന്റെ മരണത്തിൽ നടുങ്ങിയ പ്രവാസി സുഹൃത്തുക്കൾ അവൻ അച്ഛനായിരിക്കുന്നു എന്ന വാർത്ത നാട്ടിൽ നിന്നെത്തിയപ്പോൾ പരസ്പരം ആശ്വസിപ്പിക്കാൻ പോലും ആകാതെ കരയുകയായിരുന്നു. പ്രിയതമൻ മടങ്ങിയതറിയാതെ ആശുപത്രിയിലേക്ക് പോയ ഭാര്യ ആതിര ചൊവ്വാഴ്ച പെൺകുഞ്ഞിന് ജന്മവും നൽകി. അച്ഛന്റെ നെഞ്ചിലെ ചൂടറിയാൻ കഴിയാതെ പോയ കുഞ്ഞോമനയുടെ വിധിയും പ്രവാസ ലോകത്തെ വീണ്ടും നൊമ്പരപ്പെടുത്തുന്നതാക്കി. അടുത്തറിയുന്നവരും ദൂരെ നിന്നവരും ശബ്ദങ്ങളിലൂടെ മാത്രം അറിഞ്ഞവരുമെല്ലാം കണ്ണീരടക്കാൻ നന്നെ പാടുപെടുകയും ചെയ്തു. അങ്ങനെ വേദനകളെല്ലാം മറക്കാൻ ശ്രമിക്കുന്ന പ്രവാസ ലോകത്തെ കാലങ്ങളോളം കണ്ണീരണിയിക്കുന്ന ഓർമ്മയായി മാറുകയാണ് നിതിൻ. മഹാമാരിയുടെ കാലത്ത് പ്രവാസ ലോകത്ത് കുരുങ്ങിപ്പോയ ഗർഭിണികൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഭാര്യയെ പ്രാപ്തയാക്കിയും ജീവന്റെ വില തിരിച്ചറിഞ്ഞ് സമൂഹ മാധ്യമം പോലും സാമൂഹിക പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചു നിതിൻ പ്രവാസ ലോകത്തെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി ചെയ്തത് കണക്കെടുക്കാൻ പോലുമാവാത്ത സഹായങ്ങളായിരുന്നു. ജന്മദിനങ്ങൾ പോലും സാമൂഹിക സേവനത്തിനുള്ള അവസരമാക്കിയ ഈ ചെറുപ്പക്കാരൻ തിങ്കളാഴ്ച നടക്കേണ്ട രക്തദാന ക്യാമ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയാണ് ഉറങ്ങാൻ കിടന്നത്. അങ്ങനെ ഒരിക്കലും ഉണരാനാവാത്ത ഉറക്കത്തിലേക്കാണ് നിതിൻ മടങ്ങിയത്. രാത്രി 11:30 ദുബായിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള വിമാനത്തിൽ നിതിൻ ചന്ദ്രന്റെ ഭൗതിക ശരീരം പിറന്ന നാട്ടിലേക്ക് പ്രവാസി ജനത യാത്രയാക്കി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.